ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇപ്പോഴും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ അത്ര വിശ്വാസമില്ല. കാരണം ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അട്ടിമറിക്കാനും ഒപ്പം തന്നെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഈ കുത്തുന്ന വോട്ടുകളെല്ലാം അവർക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ടുള്ള ടെക്നോളജികളൊക്കെ തന്നെ ഈ വോട്ടിംഗ് മെഷീനിൽ ചെയ്തു വെക്കാൻ കഴിയും എന്നുള്ള വീഡിയോകൾ പലയിടത്തു നിന്നായി പുറത്തു വരുന്നുണ്ട്. അതിൽ പലതും നമുക്ക് വിശ്വസിക്കാൻ കഴിയാവുന്നത് തന്നെയാണ്. അതുകൊണ്ട് ഈ വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണുന്നതിനൊപ്പം തന്നെ VVPAT വോട്ടുകളും എണ്ണണം എന്ന ആവശ്യം പലപ്പോഴായി സുപ്രീം കോടതിയുടെ മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നു. പ്രതിപക്ഷ പാർട്ടികളും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരുന്നത് ഇതൊക്കെ തന്നെ വലിയ സമയമെടുക്കും, അതുകൊണ്ട് അത് എണ്ണാൻ കഴിയില്ല എന്നായിരുന്നു. എന്നാൽ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സുപ്രീം കോടതി വളരെ നിർണായകമായ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ നടത്തിയിട്ടുണ്ട്. അതായത് ഇലക്ട്രോണിക് വോട്ട് മെഷീനിലെ വോട്ടുകൾക്കൊപ്പം VVPAT വോട്ടുകൾ കൂടി എണ്ണണം എന്നുള്ള നിർദ്ദേശം, അത് അത്തരത്തിലൊരു ഹർജി സുപ്രീം കോടതിയിൽ വരികയും അതിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇതിൽ എന്താണ് നിലപാട് എന്ന കാര്യം അറിയിക്കാൻ ഇപ്പോൾ സുപ്രീം കോടതി ഒരു നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഈ നോട്ടീസ് കേന്ദ്ര സർക്കാരിനും അയച്ചിട്ടുണ്ട്. ഈ VVPAT വോട്ടുകൾ എണ്ണുന്നതിൽ എന്തൊക്കെയാണ് കുഴപ്പം, എന്താണ് നിങ്ങൾ ഈ പറയുന്ന പ്രശ്നം എന്ന് കൃത്യമായി പറയാനാണ് ഈ നോട്ടീസ് അയച്ചിരിക്കുന്നത്. സുപ്രീം കോടതി ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. സാമൂഹ്യ പ്രവർത്തകൻ അരുൺകുമാർ അഗർവാളിന്റെ ഹർജിയിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിർണായകമായ ഇടപെടൽ നടന്നിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടക്കുന്ന ഘട്ടത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എണ്ണുന്നതിനൊപ്പം തന്നെ മുഴുവൻ VVPAT രസീതുകളും എണ്ണണമെന്നാണ് ഹർജിയിലെ ആവശ്യം. മുൻപ് സമാനമായ ആവശ്യം ഉന്നയിച്ച് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസും കോടതിയെ ഹർജിയിൽ സമർപ്പിച്ചിരുന്നു. VVPAT സ്ലിപ്പുകൾ ബാലറ്റ് ബോക്സിൽ നിക്ഷേപിക്കാൻ വോട്ടർമാരെ അനുവദിക്കണമെന്ന ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഒന്നിനു പിറകെ മറ്റൊന്നെന്ന ക്രമത്തിൽ വേണം VVPAT എണ്ണാനെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശവും ഹർജിയിൽ എതിർത്തിട്ടുണ്ട്. ഇത് അനാവശ്യമായ കാലതാമസം ഉണ്ടാക്കുമെന്നും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാരണം നിലവിൽ VVPATകൾ മുഴുവനായി എണ്ണുന്ന പതിവില്ല. VVPAT ഒന്നിനു പുറകെ ഒന്നായി എണ്ണാതെ ഓരോ അസംബ്ലി മണ്ഡലത്തിലും ഒരേ സമയം പരിശോധന നടത്തുകയും കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിക്കുകയും ചെയ്താൽ 56 മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായും VVPAT വെരിഫിക്കേഷൻ നടത്താമെന്നും ഹർജിക്കാരന്റെ ഈ ഒരു നിർദ്ദേശത്തിലുണ്ട്. ഹർജി മെയ് 17 വീണ്ടും കോടതി പരിഗണിക്കും. അതിനു മുമ്പാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും ഒപ്പം തന്നെ കേന്ദ്രത്തോടും ഇക്കാര്യത്തിൽ നിലപാട് അറിയിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഈ VVPAT എണ്ണുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന് വിപരീതമായ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. കാരണം ഇത് ഒരുപാട് സമയമെടുക്കും, ദിവസങ്ങളും ആഴ്ചകളോളം നീണ്ടുപോകും എന്ന രീതിയിലേക്കായിരുന്നു ഈ വോട്ട് എണ്ണുന്നതിന്റെ ബുദ്ധിമുട്ടിനെ പറ്റി നേരത്തെ തന്നെ കേന്ദ്രവും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ പറഞ്ഞിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, മണ്ഡലം അടിസ്ഥാനത്തിലാക്കി ഈ വോട്ടൊക്കെ എണ്ണുകയാണെങ്കിൽ അത് 24 മണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ. 24 മണിക്കൂർ മുതൽ 56 മണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ VVPATന്റെ വോട്ടെണ്ണൽ എന്നാണ് ഇപ്പോൾ ഈ ഹർജിക്കാരൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ എന്താണ് നിലപാട് എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്രവും പറയുമ്പോൾ മാത്രമേ മുന്നോട്ടുള്ള നീക്കങ്ങൾ എങ്ങനെയാകും എന്ന കാര്യം പറയാൻ കഴിയുള്ളൂ. എന്നാൽ പോലും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത്രയും നാളും ഉണ്ടാകാത്ത ഒരു ഇടപെടലാണ് വളരെ പെട്ടെന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് പറയുന്നത് കേന്ദ്രത്തെയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഒക്കെ തന്നെ വല്ലാതെ ആശങ്കയിലാക്കിയിട്ടുണ്ടെന്ന കാര്യത്തിലും സംശയം വേണ്ട. കാരണം VVPAT വോട്ടുകൾ കൃത്യമായി എണ്ണിക്കഴിഞ്ഞാൽ അതിലൂടെ മാത്രമേ വോട്ട് ചെയ്ത ആൾക്ക് ഏത് പാർട്ടിക്കാണോ വോട്ട് ചെയ്തത് അവർക്കുള്ള VVPAT സ്ലിപ്പ് മാത്രമേ അതിൽ ഉണ്ടാകുകയുള്ളൂ. അത് എണ്ണുകയാണെങ്കിൽ യഥാർത്ഥ ഫലം പുറത്തു വരും. യഥാർത്ഥ ഫലം പുറത്തു വരുന്നത് കേന്ദ്രത്തിന് BJPക്ക് ഇച്ചിരി ആശങ്ക ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അവർ ഇതിനെ പൂർണ്ണമായും എതിർക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം ഇവിടുത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് വളരെ ശ്രദ്ധേയമാകും എന്ന കാര്യം സംശയമില്ല. അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഇത് എതിർക്കേണ്ടി വരുന്ന കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ സമയം കൂടുതൽ എടുക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ സുപ്രീം കോടതി ആ വഴിക്ക് പോകേണ്ടി വരും. എന്നാൽ പോലും നിലവിലെ ഒരു അവസ്ഥയിൽ ഇത്തരത്തിലൊരു നോട്ടീസ് വരികയും അതിന് ഒരു മറുപടി കേന്ദ്രവും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനും നൽകേണ്ടി വരിക എന്നൊക്കെ പറയുന്നത് ഈ VVPATന്റെ ഒരു വിശ്വാസ്യതയെ പറ്റി സുപ്രീം കോടതി കൃത്യമായി ബോധ്യം ഉണ്ടാകണം. അതുകൊണ്ടായിരിക്കും ഇത്തരത്തിലൊരു നോട്ടീസ് അയക്കാൻ കോടതി തന്നെ മുൻകൈ എടുത്തതെന്ന് കരുതേണ്ടി വരും. അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു കേസ് പരിഗണിക്കുമ്പോൾ തന്നെ ഇതിന് വലിയ പ്രാധാന്യമില്ല, ഇതിന് നേരത്തെ മറുപടി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞതാണെന്ന് പറഞ്ഞ് ഒഴിവാക്കാമായിരുന്നു. അതുണ്ടായില്ല. പകരം രണ്ടുപേർക്കും, കേന്ദ്രത്തിനും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരു നോട്ടീസ് അയക്കുന്നതിന്റെ പിന്നിൽ തന്നെ ഇതിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ടെന്ന് സുപ്രീം കോടതിക്ക് പ്രത്യക്ഷത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് കരുതേണ്ടി വരും. അതുകൊണ്ട് ഈ കേസ് വീണ്ടും മെയ് 17 വീണ്ടും പരിഗണിക്കുമ്പോൾ എന്താകും കേന്ദ്രത്തിന്റെ നിലപാട് എന്നുള്ള കാര്യം അറിയണം. നമ്മുടെ വലിയൊരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഈ ഒരു വോട്ട് ചെയ്തത് കൃത്യമായി ആണോ വന്നിട്ടുള്ളതെന്ന് അറിയാൻ അതൊരു 56 മണിക്കൂറോളം എടുത്ത് വോട്ട് എണ്ണുന്നതിൽ എന്താണ് പ്രശ്നം എന്നൊരു ചോദ്യം സുപ്രീം കോടതിയിൽ വന്നു കഴിഞ്ഞാൽ അത് തിരിച്ചടിയാകാൻ പോകുന്നത് കേന്ദ്ര സർക്കാരിനാകും എന്ന കാര്യം സംശയമില്ല. ഇത്രയും നാളും അവർ മാറ്റിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ അവർ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന ചില തന്ത്രങ്ങൾ ഇതോടുകൂടി പൊളിഞ്ഞു വീഴാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും കേന്ദ്രത്തിന് ഒരു കനത്ത തിരിച്ചടിയാണ് സുപ്രീം കോടതിയുടെ നോട്ടീസ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട.